നിന്റെ ലോട്ടറി വിൽപ്പനൊന്നുമില്ലേ? പോണില്ലേ? ഇത്തിരി കഞ്ഞി കുടിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. കഞ്ഞിയായോടി മാളിട്ടാ. കഞ്ഞി ഇവിടെ ഓരോ ദിവസം കൂട്ടിമുട്ടിക്കാനുള്ള പാടെ എനിക്കറിയുള്ളൂ. പിള്ളേര് വലുതായി വരണേ. ആ ഫീസ് ഈ ഫീസ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ എവിടെ നിർത്താ ഞാൻ കൊടുക്കണേ? ബാക്കിയുള്ള ഈ കറക്കാരുടെ ഇച്ചിരി പാത്രം കഴിക്കുണ്ടാക്കണ പൈസയാ. കണ്ണു വയ്യാണ്ട് ഞാൻ പിന്നെ എന്ത് ജോലിക്ക് പോകാനാ? ഈ ലോട്ടറി വിൽപ്പന തന്നെ എങ്ങനെയാ കൊണ്ടുപോകണമെന്ന് എനിക്ക് മാത്രം അറിയാം. അത് തന്നെയിപ്പോൾ ഞാനും പറഞ്ഞു തരണേ. ലോട്ടറി വിൽപ്പനയും കൊണ്ട് എന്താവണേ? പകുതി ആൾക്കാർ പറ്റിക്കും, ബാക്കി ഇച്ചിരി കൊണ്ടുവന്നിട്ട് എന്ത് കാണിക്കാനാ? എന്തെങ്കിലും ഒരു വഴി എന്തായാലും കണ്ടേ പറ്റുള്ളൂ. ഇവിടെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുടുംബം ഉടനെ പണ്ടത്തെ പോലെ നല്ല കാര്യങ്ങൾ ചിലവ് ഏറി വരാണ്. എന്ത് ചെയ്യാനാ? എല്ലാം ദൈവം കാണണ്ടല്ലോ, നമ്മളെ രക്ഷിക്കായിരിക്കും. കഞ്ഞി ആയാലും കുഴപ്പമില്ല, ഇത്തിരി കഞ്ഞിവെള്ളമായാലും കിട്ടിയാൽ മതി. കഞ്ഞിയൊന്നും വച്ചിട്ടില്ല, പൈസ ഇല്ല. 2 ദിവസം ഞാൻ പണിയുണ്ടായി. എനിക്ക് മഴ ആയതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുക. അരി ഇല്ലാത്തതുകൊണ്ട് കഞ്ഞിയൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾ തൽക്കാലം കട്ടൻ ചായ എടുത്ത് കുടിച്ചോണ്ട് പോകാൻ നോക്ക്. എനിക്കറിയാം, എന്താ ചെയ്യാ. എന്നാൽ ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ടാണ് പൊക്കോളാം. മാളനൊന്ന് വിളിച്ചിട്ടേ ഞാൻ ഇറങ്ങാമെന്ന് പറ. മാളു, മാളുവേ, മാളു, അച്ഛൻ പോവാട്ടോ. മാളു എവിടെ? എൻ്റെ മോളുടെ അടുത്തേക്ക് വന്നേ, അച്ഛനൊരു ഉമ്മറ്റേ. മാളു ആ അച്ഛൻ പോവാട്ടാ. വൈകുന്നേരം കാണാം. കാലം ചൊല്ലും കാവ്യം എന്നും സാന്ത്വനം.